നമ്മുടെ 88ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. ഡബ്ബിങ്ങിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച്. കാരണം ഞാൻ ഏകദേശം കേരളത്തിൽ എനിക്ക് തോന്നുന്ന ചെറുതും വലുതായിട്ടൊരു 150-200 ഡബ്ബിംഗ് ആർട്ടിസ്റ്റേ ഉള്ളെന്ന് തോന്നുന്നു. എന്നാലും ഒരു എപ്പിസോഡ് ചെയ്യാം. കാരണം അതിനു മുമ്പ് ഒരു നന്ദി പറയാനും കൂടെ വിളിച്ചത്. കാരണം ഞാൻ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഞാനൊരു സ്ത്രീയല്ല. എന്നിട്ട് പോലും സാധാരണ സ്ത്രീകളുടെ ഓരോ ചെറിയൊരു പ്രോഗ്രാമിന് ഇതിനൊക്കെ ഒത്തിരി റീച്ചും കിട്ടും, ഒത്തിരി ലൈക്ക് കിട്ടും, ഒത്തിരി കമൻസ് കിട്ടും. അതൊരു സ്വാഭാവികമാണത്. കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് നിങ്ങൾ കാണുന്ന ഈ 366 അല്ല എൻ്റെ ഒരു എപ്പിസോഡിൻ്റെ റീച്ച്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇൻസൈറ്റിൽ നോക്കി എനിക്ക് അറിയാനൊക്കെ ഉള്ളൂ. ശരാശരി ഒരു 2000-3000 ഒക്കെ റീച്ചുണ്ട് എനിക്ക് ഓരോ എപ്പിസോഡിനും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫേസ്ബുക്ക് ഒന്ന് പരീക്ഷിക്കും. അവർ ഷെയർ ഓപ്ഷൻ അവർ 3-4 ദിവസത്തിന് നിർത്തി വെക്കും. അപ്പോഴത്തേന് എൻ്റെ സ്വന്തം റീച്ച് എത്രയുണ്ടെന്നറിയാം. അതുപോലും അതിച്ചിരി കുറവാണ്, എൻ്റെ 3-4 വരുള്ളൂ. പക്ഷേ അതുവരെ എനിക്ക് ഷെയർ ഓപ്ഷൻ അല്ലാതെ എനിക്ക് സ്വന്തമായിട്ടുള്ള അതുപോലും അങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് കമൻസും മെസ്സേജും ഒക്കെ വരാറുണ്ട്. എല്ലാം ഇതിലാന്നേ ഉള്ളൂ, മെസ്സഞ്ചറിലാന്നേ ഉള്ളൂ. അതും നന്ദിയുണ്ട്. എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എനിക്ക് നന്ദി എല്ലാവരോടും അറിയിക്കുന്നു. ഞാൻ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ പ്രോഗ്രാമുകളൊന്നും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് 10 പേർക്കെങ്കിലും ഒരു ഉപകാരം എനിക്കറിയാം ഉറപ്പായിട്ടും. ഇതെല്ലാം ബിസിനസ്സാണ്. ഞാൻ ആ ബിസിനസ് വിട്ട് ഞാൻ നോർമലായിട്ട് ഞാൻ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ തന്നെ ഞാനിത് ചെയ്യുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അത് എന്തെങ്കിലും ഒരു ഗുണം എല്ലാവരും ഇതൊക്കെ. അതുപോലെ തന്നെ ചിലർ ഞാൻ ഇടുന്നതിന് നെഗറ്റീവ്സും വരാറുണ്ട്. അത് വളരെ ചുരുക്കമാണ്. ഇതുവരെ ഒരു 50,000 കമൻസും ലൈക്സും അല്ലെങ്കിൽ 1,00,000 1,50,000 ഒക്കെ കിട്ടിയിട്ടുണ്ടായാലും ചിലർ നമ്മളെ ഇത് ചെയ്യും. ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങൾ മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പഠിക്കുന്നതിനെക്കുറിച്ച്, ഇൻഷോട്ടിനെക്കുറിച്ച്, വീനിനെക്കുറിച്ചും പറഞ്ഞപ്പം ഏതോ ഒരു ഹിന്ദിക്കാരൻ, എനിക്കും മനസ്സിലായില്ല അവനും മനസ്സിലായില്ല, ചീത്ത പറഞ്ഞിട്ടേക്കുന്നത്. ഒരു സ്റ്റുഡിയോയുടെ ഓർഡറാണ് അയാൾ. ഒരു ഹിന്ദിയിലാണ് എനിക്കത് ഇട്ടേക്കുന്നത്. എനിക്ക് ഹിന്ദി ഒട്ടും അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെയും നെഗറ്റീവ്സ് വരാറുണ്ട്. ഞാനതിനൊന്നും മറുപടി കൊടുക്കാറില്ല, അത് ബ്ലോക്ക് ചെയ്ത് വിട്ടു. എന്നെ ആകെ 4-5 പേരെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ പിന്നെ പശ്ചാത്തപിച്ച് സോറി ഇടട്ടെന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ എൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞു, എൻ്റെ ജോലിയിലേക്ക്. ഞാൻ ദിവസം ഒരു എപ്പിസോഡ് ഇടുമ്പോഴേ എനിക്ക് ഇത്ര റീച്ച് കിട്ടുന്നുണ്ട്. അതിന് നന്ദി പറയുന്നു. പിന്നെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കുറിച്ച് നമുക്ക് തുടങ്ങാം. അതായത് എല്ലാ ആർട്ടിസ്റ്റും 2 പ്രാവശ്യം ഒരേ ഷോട്ട് ഒരേ സീൻ അഭിനയിക്കുന്നുണ്ട്. അറിയാമോ? ഒരു പ്രാവശ്യമല്ല ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത് സിനിമയിൽ. അത് റീടേക്ക് ചെയ്ത് പറഞ്ഞാൽ ഓക്കെ ടേക്കുകളാണ്. അത് എത്ര പ്രാവശ്യം, അത് സ്റ്റുഡിയോയിൽ ഇവർ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള 90% ആർട്ടിസ്റ്റുകളും KPC ലളിത ചേച്ചി പോലും ഈ സീനിൽ അഭിനയിക്കുന്ന അതേ സംഭവം നിലവിൽ ഇതിലും അഭിനയിക്കും. കാരണം ഡബ് ഷൂട്ടിലും അഭിനയിക്കും. അതേപോലെ അഭിനയിച്ച് തന്നെയാണ് പറയുന്നത്. അത് ചിലരൊക്കെ ഇരുന്നു കൊണ്ട് ഡബ്ബ് ചെയ്യില്ല. കാരണം നിന്നാലേ അവർക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കയ്യിലൊക്കെ പിടിച്ച് ഓരോരുത്തർ വലിക്കുന്നൊക്കെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയുള്ള സീൻ അഭിനയിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തന്നെ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ കയ്യെ പിടിച്ച് അവർ വലിക്കും. അവരൊക്കെ വലിക്കുന്ന ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. നല്ല രസം ഇതൊക്കെ കണ്ടിരിക്കുക. അതുപോലെ തന്നെ അഭിനയിക്കുന്ന ആൾക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ചെയ്യുന്നെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഭയങ്കരമാണ് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ശരിക്കും അഭിനയിച്ച് കുളമാക്കി വിട്ടേക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ത് നല്ലതെന്ന്. ചില പെൺകുട്ടികൾക്കൊക്കെ സ്ക്രീനിന് പിന്നിലാണ് അവരൊക്കെ, നമ്മളെപ്പോലുള്ളൊക്കെ സ്ക്രീനിന് പിന്നിലാണ് പലതും. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് പേടിയും വീട്ടിലെ സ്വാതന്ത്ര്യക്കുറവൊക്കെ കൊണ്ടാണ് ഇവർ അഭിനയിക്കാനൊക്കെ വരാത്തത്. പക്ഷെ അവരൊക്കെ എത്ര നല്ലപോലെ അഭിനയിക്കുന്നു. ആണുങ്ങൾ പോലും ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെത്ര ഭംഗിയായിട്ടാണ് അവരുടെ മുഖത്തെ ഭാവവും ദേഷ്യപ്പെടുന്നതും ഒക്കെ ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട്.
ഇങ്ങനെ അഭിനയിച്ചു. അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകളെല്ലാം ചില സീനുകളൊക്കെ ഞാൻ കേട്ടതേ ഉള്ളൂ. മമ്മൂട്ടി സാറൊക്കെ സീനിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടത് ഡബ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കുന്നു. അതിനേക്കാൾ കൂടുതൽ അതൊക്കെ കേട്ടിട്ടാണ്. ബാക്കിയെല്ലാം ഞാനൊരു സിനിമകളിൽ ഒത്തിരി ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടോപ്പ് ഒരു 10 പേരെ ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരുടെ കൂടെ എല്ലാം ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവർ ഡബ്ബിങ് ചില മൈന്യൂട്ടായിട്ടുള്ള ഒരു മൂളൽ പോലും എത്രമാത്രം ആത്മാർത്ഥതയോടെയാണെന്ന് അറിയാം അവർ ചെയ്യുന്നത്. അത് പിന്നെ നിങ്ങൾക്ക് ഈ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ, കലയൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഡയറക്ഷൻ പഠിച്ചെടുക്കാം, ഒരു പന്ന സിനിമയാണെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഡബ്ബിങ്, അതുപോലെ തന്നെ അഭിനയം, പാട്ട്, ഒരു ക്യാമറ വർക്കും പഠിച്ചെടുക്കാം. പക്ഷേ ഒരു എഴുത്തൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അതൊക്കെ ദൈവം തരുന്നതാണ്. ഒരു പന്ന ഡയറക്ടർക്ക് ഒരു ഡയറക്ടർ ചെയ്യാൻ അതൊരു അസോസിയേറ്റിനെ വെച്ചാൽ നല്ലൊരു ഡയറക്ടറാകാം. അങ്ങനെ ഞാൻ ശശിശങ്കർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. ശശിശങ്കർ സാറിൻ്റെ മോനാണ് വിഷ്ണു ശശിശങ്കറാണ് ഈ പടം ചെയ്തത്, മാളികപ്പുറം. വിഷ്ണു നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അപ്പം പിന്നെ സാറ് പറഞ്ഞു സാറിൻ്റെ കൂടെ വിഷ്ണു വർക്ക് ചെയ്യുന്നത് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്തതിന് ചില കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ അതിൻ്റെ മേളിൽ വിഷ്ണുവിൻ്റെ ആ വർക്കിൻ്റെ അടുത്തില്ല ചീഫ് ഡയറക്ടർ എന്നും പറഞ്ഞ് 2 പേര് വെച്ചിട്ടുണ്ട്. അവരാണോ ഡയറക്ടർ, അതൊക്കെ നമുക്ക് ദോഷം ചെയ്യും. കാരണം അങ്ങനെ വെച്ച് ചെയ്യാം. ഞാൻ വിഷ്ണുവിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല. മാളികപ്പുറം പോലൊരു വലിയ വർക്ക് ചെയ്തൊരു പയ്യനാണ്. എന്നെക്കാളൊരു 15 വയസ്സിന് എളുപ്പമാണെന്ന് തോന്നുന്നവൻ. അവന്ന് വിളിക്കുന്നതല്ല, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു പടം. ഞാൻ ആ പടം വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഡബ്ബിങ് അതൊരു കലയാണ് കേട്ടോ. എൻ്റെ ശബ്ദത്തിന് വിലയുണ്ടെന്നൊരു തിരുവനന്തപുരത്ത് ആ കുട്ടിക്ക് വർക്ക് കിട്ടില്ല. കാരണം ആ കുട്ടി എന്തോ വർക്ക് കിട്ടില്ല. പക്ഷേ ആ കുട്ടി ചില വർക്കുകൾക്ക് കറക്റ്റ് വിളിക്കും. അന്നേരം ആ കുട്ടി അഭിമാനത്തോടെ എന്നോട് വിളിച്ചു, എൻ്റെ ശബ്ദത്തിന് വിലയുണ്ട്. ശബ്ദം വിറ്റല്ല അവർ കാശാക്കുന്നത്. അവർ ശബ്ദം വിറ്റല്ല കാശാക്കുന്നത്. കാരണം അവരുടെ ശബ്ദം ആവശ്യമാണ്. ആ ശബ്ദത്തിന് പകരം നമുക്ക് വേറൊരു ശബ്ദം വെക്കാനൊക്കെയില്ല. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ ചെമ്പരത്തി 10 എപ്പിസോഡ് ചെയ്തതാട്ടോ. പോസ്റ്റ് സ്റ്റേഷൻ ഡയറക്ടർ ആയിരുന്നപ്പം എൻ്റെ ഒരു വർക്ക് ഇല്ലാതാക്കി കളഞ്ഞ അവിടുത്തെ അവരിപ്പോൾ വേറെ ഏതോ ചാനലിലാണ്, ബിന്ദു എന്നും പറഞ്ഞ്. അവർ ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞു എന്നോട് നല്ലത് പറഞ്ഞു നേരെ കുറ്റം വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു. അവരിപ്പോൾ ആ ചാനലിലൊന്നുമില്ല. ഇതൊക്കെയാണ് ഒരു ഡബ്ബിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.